ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സാരി. നല്ലൊരു പച്ച. പിന്നെ ദാസ്മിക്കുട്ടിയും ഈ സ്കൂളിലേക്ക് പോവാൻ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. ഇന്ന് ഷോപ്പിലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് വേണം ബസ് കയറാൻ കേട്ടോ. ഷോപ്പിൽ പോകുന്ന ഒരു അർജൻറ്റ് വർക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോകും. അപ്പോൾ ഞാൻ ഒന്ന് നേരത്തെ ഇറങ്ങി 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇറങ്ങി. അസ്മിയ റെഡി ആക്കിയിട്ടുണ്ട്. വെച്ച് പോട്ടെ. ടാറ്റ. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി. ഞാൻ അത് കഴിഞ്ഞപ്പോൾ അതാ കുറ്റിപ്പുറത്തിയിട്ടുണ്ട്. നീ കുട്ടികളിപ്പോൾ വരും കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ അതാ എന്താ പറയുക, ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ പാൻറ്റും ഷർട്ടും പഠിക്കാൻ ഉണ്ട് ഒരു കുട്ടി. അപ്പോൾ ആൾക്കുള്ളത് ആളടിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി ആയിട്ടുണ്ട് കേട്ടോ. അത് അതിനുള്ള ബെൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് പറഞ്ഞു കൊടുത്താൽ വേഗം മനസ്സിലാകണം. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് എൻ്റെ ബസ്സിൻ്റെ സമയം കാത്തിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ അസ്മിക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോയതാണ് സ്കൂളിലേക്ക്. അപ്പോൾ ഒന്ന് അവർക്ക് നേരം വൈകിട്ടാണ് പാല് കൊടുത്തത്. അപ്പോൾ സ്കൂളിൽ നിന്ന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അസ്മിക്കുട്ടന് പാല് കൊടുക്കാൻ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു. അവർക്ക് രാവിലെ തോന്നുന്നു പാല് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൊടുത്തത്. ഇതൊക്കെയാണ് അവൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഉണ്ടത്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഷോപ്പിലെത്തി. എൻ്റെ ഷോപ്പിൻ്റെ അവസ്ഥ കണ്ടോ. ഞാൻ രാവിലെ പോക്കും വൈകിട്ട് വരലൊക്കെ മാടിയിട്ട് എൻ്റെ ഷോപ്പ് ഇങ്ങനെയുള്ളത് മിസ്സായിട്ടാണ് കിടക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇന്നലെ വാങ്ങിയ ഉപ്പിലിട്ടത്. അപ്പം ഇത് കഴിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എന്താണ് കഴിക്കാൻ പറ്റാഞ്ഞ് ഞങ്ങൾ അവിൽ മിൽക്ക് പാർസൽ കൊടുന്നില്ല. അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോൾ പിന്നെ ഇത് കഴിക്കാൻ നേരം പറ്റില്ല. അപ്പം ഞങ്ങൾ ഇത് കഴിക്കാൻ പിന്നെന്താ കടിക്കല്ലേ. അപ്പോൾ ഇതാ അതിൽ പേരക്ക, നെല്ലിക്ക, മാങ്ങ, പിന്നെ ഇതെന്താ സംഭവം? അത് പേരക്ക തൊലി കളഞ്ഞതാണ് കേട്ടോ. പേരക്ക തൊലി കളയാത്തതുകൊണ്ട് അങ്ങനെ ഇത്രയാണ് ഞങ്ങൾ വാങ്ങിക്കണത്. നാസ്മി കുട്ടി കഴിച്ചോളൂ. നാസ്മി കുട്ടി ഏതാണ് പേരക്ക. ഞാനിതേ പേരക്ക എടുത്തു. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നെല്ലിക്കണം. വലിയ കുഴപ്പമില്ല. ഉപ്പും പുളിയൊക്കെ പാകമാണ്. നല്ല രസം കിട്ടും. ചിലത് വലിയ രസം ഉണ്ടാവാറില്ല. പുളി ഇത്തിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇന്നലെ വാങ്ങി വെച്ചതല്ലേ. അപ്പം അതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയപ്പോഴാണ് തോന്നുന്നു നല്ല പുളി ഒന്ന് കുറഞ്ഞത്. ചിലപ്പോൾ അന്നലെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും തോന്നുന്നു. എന്താണ് നല്ല ടേസ്റ്റ്. സൂപ്പർ. ഇവിടെ ഉണ്ട് ഇത് പോയി തുടങ്ങി. പക്ഷെ ഇവിടെ വേറെ ഉണ്ടാവുന്നുണ്ട്. ഇത് നല്ല വേദന കേട്ടോ. അയ്യോ, ഇതൊരു വേദനയാണ്. ഇവിടെ മുടി അവിടെ വെട്ടി. ഇതൊക്കെ ഗൈസ് നമ്മളെ അയൽവാസി റാഫി വെട്ടിയാണ്. വാ കാണിച്ചു കൊടുത്താൽ മുടി വെട്ടിയത് എന്നുണ്ടോ. അസ്മിക്ക് ഞാൻ ഇങ്ങനെ ഒന്നും മുടി വെട്ടാറില്ല. എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇല്ലാത്ത സമയത്ത് അപ്പയും കുട്ടിയും കൂടി പോയിട്ട് മുടി വെട്ടിയതാണ് ഇങ്ങനെ. ഇതല്ല ഇവിടെ ചെറുത് ഇവിടെ ഇറങ്ങിയിട്ട് ഇതെന്ത് മുടി വെട്ടലാടാ. ഇതെന്താ ഇങ്ങനെ? ഇത് ഏതാ മോഡല്? ഇനിയെന്താ പറ. അപ്പോൾ അതാ ഞാൻ അടുത്ത പേരൊക്കെ എടുത്തിട്ടോ. ഇതെന്താ നോക്കട്ടെ. ഇത് തൊലിയുണ്ട്, മറ്റേ തൊലി ഇല്ലാത്തത്. കുഴപ്പമില്ല, പുളി ഒന്ന് കുറവുണ്ട്. അപ്പോൾ പിന്നെന്താ ഇതൊക്കെ ഇത് കഴിച്ചിട്ട് വേണം പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ. അർജൻറ്റ് വർക്കുണ്ട് ശനിയാഴ്ചക്കൊക്കെ. അപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഉമ്മ വിളിച്ചത്. വീട്ടിലേക്ക് വായോ, ഇവിടെ എന്താ പറയുക, മാമനും മാമിയൊക്കെ ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് തരാൻ എന്താ പറയുക, അവർ ഒള്ളേൻ്റെ ഇറച്ചി അറുത്തിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വായോ നട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ വിളിക്കും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ അസ്മി കുട്ടനും ഉണ്ട് എന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ നിന്നല്ലേ നേരിട്ടിട്ട് പോകുന്ന ഒരുപാടായിട്ടാണ്. ഞാൻ പെരുന്നാക്കറ്റാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഒരുപാടായി. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷമല്ലേ വീട്ടിലേക്ക് വരുന്നത്. ഒന്നാമത് മെയിൻ എനിക്ക് ഷോപ്പുള്ളത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. എപ്പോഴും എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എന്നാലും ഇപ്പോൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കണ്ട ഉമ്മ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വേഗം വായോ, ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും പോകാൻ. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയില്ലേ. അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതെന്തിനാ തുള്ളിച്ചാടണ്?
വീട്ടിലെത്തി ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വാവ വന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ എന്താ പറയുക വീട്ടിലെ ഒരു ആരോമൽ പൈതൽ. ഞങ്ങൾ 6 പേരക്കുട്ടികൾക്കുള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ അവൾ. അപ്പോൾ അവൾ ഞങ്ങൾക്കൊരു സ്പെഷ്യലാണ്. രാജകുമാരി ഞാൻ വിളിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.